ഇതൊന്നും ഒരു പുതിയ സംഭവമല്ല. ഈ യുഗം എന്നൊക്കെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അതും ചെയ്യുന്നു. നബിക്ക് ബദൽ സ്വലാം ചൊല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കല്ല് സ്വലാം ചൊല്ലി, മൃഗങ്ങൾ സ്വലാം ചൊല്ലി. എങ്ങനെ സ്വലാം ചൊല്ലിയത്? ആ ഒരു ആപ്പ്, സലാമിന്റെ ആപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൃഗങ്ങളിലേക്ക് ഇട്ടുകൊടുത്തു, അല്ലെങ്കിൽ മരത്തിലേക്ക് ഇട്ടുകൊടുത്തു. ഇന്ന് കാണപ്പെടുന്ന ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ ഉപയോഗിച്ചതാണ്. ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു എല്ലാ ടെക്നോളജി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ കാണപ്പെടുന്ന ഓരോ സംഗതികളും ഇതൊന്നും ഒരു വലിയ പുതുമയൊന്നുമല്ല. ഇതൊക്കെ പഴയ കാലത്ത് അള്ളാഹു ആദനബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആദനബിന്റെ മക്കൾ അമ്പിയാക്കന്മാരും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും ഇതിനുപയോഗിച്ചു. അവരുപയോഗിച്ചത് ഇലാഹിയാവുന്ന അതിന്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അവരുടെ ആകാശത്തിലൂടെ പറഞ്ഞില്ലേ, നമ്മളെ ഭാഗത്ത് ട്രെയിൻ, കപ്പൽ, വിമാനം അവർക്കുണ്ടായിരുന്നു. സമൂഹത്തിന്റെ മേലെ നടന്നു. കപ്പലിൽ കൂടിയാണോ? കപ്പലിൽ കൂടി പോയവരുണ്ട്. മൂസലിക്ക് കപ്പലിൽ കൂടി പോയില്ലോ. മൂസലിക്ക് കപ്പൽ വേണ്ട ആവശ്യം കപ്പലിൽ അത് പോകാൻ കഴിയും. കപ്പലിൽ അപ്പോൾ ഭൗതികമാവുന്ന ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തില്ല എന്നല്ല പറഞ്ഞത്. അത് ഉപയോഗപ്പെട്ടെന്ന് ആവശ്യപ്പെടുത്തില്ല. പുതിയ ടെക്നോളജി അവരെ കൈവശം. അതുപോലെ ലോകത്തുള്ള ആരോടും സംസാരിച്ചു എന്നാണ്. അത് ഇപ്പോൾ ഉള്ള മാർക്ക് വയറിലുള്ള ഫോണില്ലാത്ത വയറില്ലാത്ത ഫോണുണ്ട്. ടെക്നോളജി അന്ന് വളർന്ന് വികസിച്ചോ ഇല്ല. അവരെങ്ങനെ സംസാരിച്ചു? അവരെങ്ങനെ ലോകത്തുള്ള എല്ലാ സംഗതികളും കണ്ടു? അങ്ങനെയുണ്ട്. പലരും ലോകത്തിന്റെ അങ്ങനെ ഇരുന്ന് ഇരിക്കുകയും ലോകം മുഴുവൻ സൂത പറഞ്ഞില്ല, സൂര്യത്തിലാണ് കുറിച്ചുള്ളത്. ഭൂമി മുഴുവൻ്റെ കയ്യിലാണെന്നാണ്. അതായത് ഭൂമിയിലുള്ള ഓരോ ചലനങ്ങളും ആ ചലനങ്ങളെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ അറിവിൽ എനിക്ക് നൽകപ്പെട്ടതാണ് ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ലോകത്ത് ഇനി അതാത്മയും വറായി വഹിനീന്ന് റസൂൽ പറഞ്ഞു, ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളെ ഞാൻ കാണുന്നു. പിന്നിലാണെങ്കിൽ കാണുന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഈ ആദിയാവുന്ന ഈ കണ്ണിന്റെ സൂത്രത്തിലാവണമെന്നില്ല എനിക്ക് നിങ്ങളെ കാണാൻ. നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾ എനിക്ക് കാണാൻ കഴിയും. അപ്പൊ അത് എന്നതുപോലെ ഇതൊക്കെ മുൻകഴിഞ്ഞ മഹാന്മാരാകുന്ന അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും ഉപയോഗിച്ചതാണ്. അവരുപയോഗിച്ചത് ഈ മാർഗങ്ങളല്ല. അവർ ശാസ്ത്ര സാങ്കേതികമാവുന്ന ടെക്നോളജി അല്ല അവർ ഉപയോഗപ്പെടുത്തിയത്. ഇനി ആദനബിന്റെ മക്കളെ എന്നൊക്കെ ശാസ്ത്രജ്ഞന്മാരും അവരെനിക്ക് എന്തായി പുതിയ ടെക്നോളജി ഉപയോഗിക്കും. രണ്ടു കണക്കിൽ അങ്ങനെയാണ്. പക്ഷെ രണ്ടു ചില വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്ന് പേക്കൂല, മറ്റൊന്ന് പേക്കാതിരിക്കാനും സാധ്യതയുണ്ട്.